കെറ്റാമെലോൺ ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് കേസിൽ പ്രതി എഡിസൺ സൗഹൃദങ്ങൾ മറയാക്കി ഇടപാട് നടത്തിയെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ലഹരി കൂടുതലായി എത്തിച്ചത് ബംഗളൂരു, പൂനെ എന്നിവിടങ്ങളിലേക്ക്. എഞ്ചിനീയറായി ജോലി നോക്കുമ്പോഴാണ് എഡിസൺ ഡാർക്ക്നെറ്റ് വഴി ലഹരി ഇടപാടുകൾ ആരംഭിച്ചത്. എഡിസണുമായി ബന്ധമുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്തിരിക്കുകയാണ് NCB. 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. SS ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇയാളൊരു എഞ്ചിനീയറിംഗ് പ്രൊഫഷണലാണ്. നേരത്തെ ഇയാൾക്ക് ബംഗളൂരും പൂനെയിലുമൊക്കെ വേരുകൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള ബന്ധങ്ങൾ മറയാക്കിയാണ് ഇയാൾ ഡാർക്ക്നെറ്റ് വഴി ലഹരി വ്യാപാരം നടത്തിയത് എന്നാണ് NCBയുടെ കണ്ടെത്തൽ. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഡാർക്ക്നെറ്റ് വഴിയുള്ള ലഹരി വ്യാപാരത്തിന്റെ കഥയാണോ എഡിസന്റേത്? അരുൺകുമാർ, തീർച്ചയായിട്ടും. അതായത് ഈ മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസൺ എഞ്ചിനീയർ പ്രൊഫഷണൽ ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് NCB തന്നെ പറയുന്നത് ഇയാൾ ഇന്ത്യയിലെ പാബ്ലോ എസ്കോബാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണെന്നുള്ളതാണ്. അത്ര വലിയ തോതിലാണ് ഇയാൾ ലഹരി ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. 14 മാസം കൊണ്ട് 600ഓളം ഷിപ്മെന്റ്സ് ആണ് ഇയാൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ NCB കണ്ടെത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് എപ്പോൾ മുതലാണ് ഇയാൾ ലഹരി ഇടപാടുകൾ ആരംഭിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അതിലിപ്പോൾ ഉത്തരമായിരിക്കുന്നു. അതായത് 6 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇയാൾക്ക് ജോലി ഉണ്ടായിരുന്നു. ഇയാൾ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു. അങ്ങനെ എഞ്ചിനീയറായിരുന്നു. പൂനെ, ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ എഞ്ചിനീയറായി ജോലി ചെയ്യായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. അതിനിടയിൽ തന്നെയാണ് ഇയാൾ അമേരിക്കയിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇയാൾ ലഹരി ഇടപാടുകളിലേക്ക് കടന്നിരുന്നു എന്നുള്ളതാണ് NCBക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് അന്ന് തന്നെ സ്വന്തമായി ഉപയോഗിക്കാനായിട്ട് ഇയാൾ ലഹരി ഓർഡർ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഡാർക്ക് നെറ്റ് വഴി ലഹരി അത്തരത്തിൽ ഓർഡർ ചെയ്ത് സ്വന്തമായി ഉപയോഗിക്കുന്നു. അതിനുശേഷം പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കിയോടുകൂടി ജോലി ഉപേക്ഷിച്ച് പിന്നീട് സജീവ ഇടപാടുകാരനായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ NCB കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് ഇത്തരത്തിൽ പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് സജീവ ഇടപാടുകാരനായിരുന്നു. അങ്ങനെയാണ് ഈ രാജ്യത്തുടനീളം തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് NCB കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ നേരിട്ടാണ് ഈ പലപ്പോഴും ഇടപാടുകളൊക്കെ തന്നെ നടത്തിയിരുന്നത്. ചില ഏജന്റുമാർ ഉണ്ടായിരുന്നെങ്കിലും ഡയറക്ട്ലി തന്നെ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ 5 സംസ്ഥാനങ്ങളിലായിട്ട് ഇയാൾക്ക് വിതരണ ശൃംഖലയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കൂടി ഇപ്പോൾ NCB കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 3 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരിക്കുന്നത്. എഡിസണുമായി ബന്ധമുള്ള ആളുകൾ എന്നുള്ളതാണ് NCB പറയുന്നത്. പക്ഷേ അതിനപ്പുറം പേര് വിവരങ്ങളും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും എഡിസണും കൂട്ടാളിയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇരുവരും ഇപ്പോൾ റിമാൻഡിൽ തുടരുകയാണ്. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. അതായത് 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ NCB കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിക്കുകയും ഇന്ന് കോടതി അത് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക എന്നുള്ളതാണ് നിലവിൽ NCB പറയുന്നത്. ഓക്കെ ശരൺ, എന്തായാലും ഒരുപക്ഷെ കേരളത്തിലെ പാബ്ലോ എസ്കോബാർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അയാൾ കച്ചവടം നടത്തിയെന്നാണ് പറയുന്നത്. എത്ര മനുഷ്യരുടെ ജീവിതം തുലച്ചു കളഞ്ഞു കാണുമല്ലേ ഈ എഡിസൺ എന്ന് പറയുന്നത്. മാന്യമായൊരു തൊഴിലുണ്ടായിരുന്നതാണ്. അയാളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. ഏതൊരു ഓട്ടോമൊബൈൽ കമ്പനിയുടെ ഭാഗമായിട്ടൊക്കെ ഈ ബാംഗ്ലൂരും മുംബൈയിലും പോയി പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഡാർക്ക് നെറ്റിൻ്റെ വലയിൽപ്പെടുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇയാൾ ഒരുപാട് ഷിപ്മെൻറ്റുകൾ നടത്തുന്നത്. ഒരുപാട് ലഹരി വ്യാപാരം ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളം കണ്ട ഒരു ക്രിപ്റ്റോ കറൻസിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ഒരു ലഹരി വ്യാപാരത്തിൻ്റെ കഥയാണ് എഡിസന്റേത്.